ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ 4-സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് 4-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിൾ ഫസ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 4-സ്ട്രോക്കും 2-സ്ട്രോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2-സ്ട്രോക്കാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 4-സ്ട്രോക്കും 2-സ്ട്രോക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം? 2-സ്ട്രോക്കിന് ഇവിടെ എന്താണ് ഉണ്ടാവുക? ഇൻലെറ്റ് പോർട്ടും അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് പോർട്ടുമാണുള്ളത്. 4-സ്ട്രോക്കിൻ്റെ കേസിൽ എടുക്കുമ്പോൾ എന്താണ്? പോർട്ടുകൾക്ക് പകരമായിട്ട് എന്താണ് ഇവിടെ ഉള്ളത്? വാൽവുകളാണ്. അതായത് പോർട്ടുകൾക്ക് പകരമായിട്ട് വാൽവുകളാണ്, ഇൻലെറ്റ് വാൽവ്, ഔട്ട്ലെറ്റ് വാൽവ്. അപ്പോൾ സ്ട്രോക്കുകൾ, അതായത് 4-സ്ട്രോക്കും 2-സ്ട്രോക്കും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്നാണ് ഈ വാൽവുകൾ. അവിടെ 2-സ്ട്രോക്കിൻ്റെ കേസിൽ എന്താണ് ഉണ്ടാവുക? പോർട്ടുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് സിലിണ്ടർ, ഇത് പിസ്റ്റൺ, അതുപോലെ തന്നെ പിസ്റ്റണിനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് റോഡ്. ഇതെന്താണ്? ഒരു സിലിണ്ടറിന് ഇത് സിലിണ്ടറിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പ് മോസ്റ്റിൽ പിസ്റ്റണിന് മൂവ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ, അതാണ് TDC. അതുപോലെ തന്നെ പിസ്റ്റണിന് താഴേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനാണ് ഇതെന്ത്? BDC, ബോട്ടം ഡെഡ് സെൻറ്റർ. പിന്നെന്താണ്? 4-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണുള്ളത്? ഒരു സ്പാർക്ക് പ്ലഗ്, ഇൻലെറ്റ് വാൽവ്, ഔട്ട്ലെറ്റ് വാൽവ്. ഇതാണ് ഈ സിലിണ്ടറിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4-സ്ട്രോക്ക് ആകുമ്പോൾ തന്നെ എന്താണ്? 4 സ്ട്രോക്കുകളാണ്. അപ്പോൾ 4-സ്ട്രോക്കിൻ്റെ കേസിൽ എന്താണ്? ഇവിടെ 4 സ്ട്രോക്കുകളും നല്ല ഡിഫൈൻഡ് ആയിട്ട് നടക്കുന്നുണ്ട്. 2-സ്ട്രോക്കിൻ്റെ കേസിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഇവിടെ 4 ഡിഫൈൻഡ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സ്ട്രോക്ക് ഏതാ? സക്ഷൻ സ്ട്രോക്ക് അല്ലേ? അപ്പോൾ സക്ഷൻ സ്ട്രോക്കിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സക്ഷൻ സ്ട്രോക്കിൽ എന്താകും? ഈ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. ഓക്കെ, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. എന്താണ്? ഔട്ട്ലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആണ് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് എന്ത് വരും? ഈ സിലിണ്ടറിനകത്തേക്ക് എയർ ഫ്യൂൽ മിക്സ്ചർ വരും. ഓക്കെ, അപ്പോൾ TDCയിൽ നിന്ന് പിസ്റ്റൺ BDCയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് ഇവിടത്തേക്ക് എന്താണ്? എയർ ഫ്യൂൽ മിക്സ്ചർ വരികയാണ് ചെയ്യുന്നത്. കാർബറേറ്റർ എയർ ഫ്യൂൽ മിക്സ്ചർ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സക്ഷൻ സ്ട്രോക്ക്, അതായത് TDCയിൽ നിന്ന് BDCയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്ട്രോക്ക് എന്താണ്? കംപ്രഷൻ സ്ട്രോക്ക് അല്ലേ? കംപ്രഷൻ സ്ട്രോക്കിൽ എന്താ സംഭവിക്കുക? ഓൾറെഡി പിസ്റ്റൺ ഇവിടെ എത്തി, BDCയിൽ എത്തി. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം? ഇപ്പോൾ ഇവിടെ എന്തുണ്ട്? ഈ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിൽ എത്തുമ്പോൾ ഇവിടെ ഫുള്ള് എന്ത് വന്നു? ഓൾറെഡി സക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൽ എന്താണ്? കംപ്രസ് ചെയ്യുക ചെയ്യുന്നത്. അതായത് BDCയിൽ നിന്ന് പിസ്റ്റൺ TDCയിലേക്ക് പോകുമ്പോൾ എന്താകും? ഇവിടെയുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ്? ടെമ്പറേച്ചറും പ്രഷറും എന്താകും? കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ BDCയിൽ നിന്ന് TDCയിലേക്ക് പോകുമ്പോൾ അത് ഇവിടെയുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ നന്നായിട്ട് എന്താണ്? കംപ്രസ്ഡ് ആകും. ഈ ഇൻലെറ്റ് വാൽവും അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് വാൽവും എന്താണ്? ഈ കേസിൽ ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനത്തോടു കൂടി, അതായത് ഈ പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിൽ അടുത്തേക്ക് എത്തുമ്പോൾ എന്താകും? ഇവിടെ എന്തുണ്ട്? സ്പാർക്ക് പ്ലഗ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്യും? ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ്? ഓൾറെഡി ഈ നന്നായി കംപ്രസ് ചെയ്തതാണ് എന്ത്? നമ്മളെ എയർ ഫ്യൂൽ മിക്സ്ചർ. അപ്പോൾ ഈ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി എന്തുണ്ടാകും? ഇവിടെ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പവർ സ്ട്രോക്ക്, അല്ലെങ്കിൽ എന്താണ്? എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഇവിടെ, അതായത് മൂന്നാമത്തെ സ്ട്രോക്ക്, TDCയിൽ എത്തുന്നതോടുകൂടി, അതായത് പിസ്റ്റൺ TDCയിൽ എത്തുന്നതോടുകൂടി ഈ സ്പാർക്ക് പ്ലഗ് ഒരു സ്പാർക്ക് കൂടെ കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ്? പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പവർ സ്ട്രോക്ക് നടക്കുമ്പോൾ എന്താണ് ഇവിടെ? അത് ഇഗ്നേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഫ്യൂൽ ഇഗ്നേറ്റ് ചെയ്യുന്ന കത്തിയിട്ട് അവിടെയുള്ള പ്രഷറും ടെമ്പറേച്ചറും എന്താകും? ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ അത്രയും പവർ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്താണ്? ഒരു മെക്കാനിക്കൽ എനർജി ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് കൊണ്ട് എന്ത് വരും? ഈ പിസ്റ്റൺ അത്രയും ഫോഴ്സിൽ താഴേക്ക് വരും. പിസ്റ്റൺ എന്താകും? താഴേക്ക് വരും. അപ്പോൾ പിസ്റ്റൺ താഴേക്ക് വന്നിട്ടാണ് നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഈ ടൈമിൽ പവർ സ്ട്രോക്കിൽ എന്താണ്? ഇൻലെറ്റ് വാൽവും അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് വാൽവും ക്ലോസ്ഡ് ആണ്. അപ്പോൾ TDCയിൽ നിന്ന് BDCയിലേക്ക് പിസ്റ്റൺ താഴേക്ക് വരും. ഇതാണ് പവർ സ്ട്രോക്ക്. ഓക്കെ, ഇനി ഫൈനൽ സ്ട്രോക്ക് എന്താണ്? എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നുള്ളത്. എക്സോസ്റ്റ് സ്ട്രോക്കിൽ BDCയിൽ നിന്ന് പിസ്റ്റൺ TDCയിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതായത് ഓൾറെഡി ഇവിടെ താഴെ വന്നു പവർ സ്ട്രോക്കിൽ. ഇനി എക്സോസ്റ്റ് സ്ട്രോക്കിൽ താഴെ നിന്ന്, അതായത് BDCയിൽ നിന്നും പിസ്റ്റൺ മുകളിലേക്ക് TDCയിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താകും? ഇവിടെ ഈ ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് ബേൺഡ് ഗ്യാസസ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സ്ട്രോക്കുകളിലായിട്ടാണ് എന്ത് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ
വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 ഡിഫൈൻഡ് സ്ട്രോക്കിലായിട്ട്. അതായത് 4 സ്ട്രോക്ക് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റൊട്ടേഷനിലാണ് 4 സ്ട്രോക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് തുടങ്ങി 4 ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രോക്കുകളിലായിട്ട് വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. അതുപോലെ 4 സ്ട്രോക്ക് ആവുന്ന സമയത്ത് ഇവിടെ എന്താണ് ഇൻലെറ്റ് വാൽവ്, ഔട്ട്ലെറ്റ് വാൽവുകളാണ്. 2 സ്ട്രോക്ക് ആകുമ്പോൾ എന്താണ് പോർട്ടുകളാണ്. അപ്പോൾ അവിടെ പോർട്ടുകളുടെ സ്ഥാനത്ത് ഇവിടെ വാൽവുകളാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാകുമ്പോൾ ഇവിടെ എന്താണുള്ളത് സ്പാർക്ക് പ്ലഗ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിൾ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിൾ ഡിസ്കസ് ചെയ്യാം. A majority of automobile engines operate on the 4-stroke cycle. The various strokes which are performed in a 4-stroke cycle petrol engine are suction stroke, compression stroke, power stroke, and the last one is the exhaust stroke. So now let's see what happens in a suction stroke. During the suction stroke, the inlet valve is opened and the exhaust valve is closed. When the piston moves down from the TDC, a partial vacuum is developed inside the cylinder. As a result, the mixture of air and petrol is sucked into the cylinder. When the piston reaches the BDC, the inlet valve closes and the flywheel makes a half revolution. Now let's come to the compression stroke. During the compression stroke, both the inlet and exhaust valves are closed. The piston rises from BDC to TDC and the flywheel makes another half revolution. The mixture which was sucked into the cylinder during the suction stroke is compressed in the combustion chamber. The heat produced during the compression vaporizes the mixture. When the piston reaches near the TDC, a spark is produced in the spark plug. This spark ignites the mixture. Now let's move on to power stroke. Both the inlet and exhaust valves remains closed during the power stroke. The burning gas expands and pushes the piston down to the BDC. When the piston reaches near the BDC, the exhaust valve opens and the flywheel turns by another half revolution. Now the last stroke is the exhaust stroke. During the exhaust stroke, the inlet valve is closed and the exhaust valve is open. The piston rises up from BDC to TDC. When the burnt gas is pushed out of the cylinder, the exhaust valve closes and the inlet valve opens with the flywheel making another half revolution. The piston moves down again and a fresh mixture of air and petrol is drawn into the cylinder. The cycle of suction, compression, power and exhaust strokes is then repeated. For every cycle of operation, the flywheel rotates twice. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 സ്ട്രോക്ക് എന്താണ് ഡീസൽ എഞ്ചിൻ. 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിളാണ്. 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും ആകുമ്പോൾ എന്താണ് ഇവിടെ പിന്നെ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സ്പാർക്ക് പ്ലഗിന് പകരം എന്താണ് ഉണ്ടാവുക? ഫ്യൂവൽ ഇഞ്ചക്ടറാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻലെറ്റ് വാൽവ്, ഔട്ട്ലെറ്റ് വാൽവാണ്. അതായത് 4 സ്ട്രോക്ക് പറയുമ്പോൾ വാൽവുകളാണ് ഉണ്ടാവുക. അതുപോലെ 4 സ്ട്രോക്ക് ഡീസൽ ആവുന്ന സമയത്ത് എന്താണ്? ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. 4 സ്ട്രോക്ക് പെട്രോൾ ആകുമ്പോൾ നമ്മൾ എന്താ മുന്നേ പറഞ്ഞത്? ഇവിടെ സ്പാർക്ക് പ്ലഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൽ ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്? ഇതും അതുപോലെ തന്നെ എന്താണ് 4 സ്ട്രോക്കുകളിലായിട്ടാണ് വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് എന്താണ്? പിന്നെ നമുക്ക് ഫസ്റ്റത്തെ സ്ട്രോക്ക്, അതായത് സക്ഷൻ സ്ട്രോക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ സ്ട്രോക്കിൽ എന്താണ്? എല്ലാ സ്ട്രോക്കുകളെയും പോലെ തന്നെ സക്ഷൻ സ്ട്രോക്കിലും പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇവിടെ ഈ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് എന്ത് വരും? നമ്മളെ ചാർജ് വരും. അപ്പോൾ ഇവിടെ ചാർജ്, അതുപോലെ തന്നെ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ കേസിൽ ചാർജ് എന്താണ്? എയർ മാത്രമാണ് ഇവിടെ വരുന്നത്. 2 സ്ട്രോക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ്? 2 സ്ട്രോക്കിലാവുന്ന സമയത്ത് ഇവിടെ അല്ല, 2 സ്ട്രോക്ക് അല്ല, 4 സ്ട്രോക്ക് തന്നെ പെട്രോൾ എഞ്ചിൻ്റെ കേസ് ആകുമ്പോൾ ഇവിടെ എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിരിക്കും വരിക. പക്ഷേ 4 സ്ട്രോക്ക് ഡീസൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഡീസലും എയറും കൂടി മിക്സ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് വരുന്നത്? എയർ മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകും. ഇൻലെറ്റ് വാൽവ് ഓപ്പണായി എയർ സിലിണ്ടറിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുക. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്ട്രോക്ക് എന്ത്? കംപ്രഷൻ സ്ട്രോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എന്തായി? പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലെത്തി, ഇവിടെ താഴെ എത്തി പിസ്റ്റൺ അല്ലേ? ഇനി എന്താണ്? കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഈ സിലിണ്ടറിനകത്തുള്ള
എയറിനെ കംപ്രസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്താകും ബി ഡി സിയിൽ നിന്ന് പിസ്റ്റൺ ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ എയർ നന്നായിട്ട് കംപ്രസ് ചെയ്യും. നന്നായി കംപ്രസ് ചെയ്ത എയറിൻ്റെ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. ഈ സമയത്ത് ഇൻലെറ്റ് വാൽവും അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവും എന്തായിരിക്കും, ഇൻലെറ്റ് വാൽവ് അല്ലെങ്കിൽ എന്താണ് ഔട്ട്ലെറ്റ് വാൽവ് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനത്തോടു കൂടി എന്താകും, നന്നായി കംപ്രസ് ചെയ്ത എയറാണ്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ടർ ഒരു ഫൈൻ സ്പ്രേ പോലെ നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യും. എന്ത് ഫ്യൂവൽ, ഡീസൽ അല്ലേ. ഡീസൽ എഞ്ചിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫ്യൂവൽ നല്ല അറ്റോമൈസ് ചെയ്ത ഡീസൽ നല്ല ഫൈൻ സ്പ്രേ പരുവത്തിൽ എന്താകും, സ്പ്രേ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അപ്പോൾ നല്ല ഓൾറെഡി നല്ല എന്താണ് കംപ്രസ്ഡ് ചെയ്ത എയറും അതുപോലെ തന്നെ ഫൈൻ സ്പ്രേ ആയിട്ട് ഫ്യൂവലും വരുന്ന സമയത്ത്, അതായത് ഡീസലും വരുന്ന സമയത്ത് എന്താകും, ഈ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനത്തോടു കൂടി എന്ത് സംഭവിക്കും, അവിടെ അത് സ്വയം ഇഗ്നേറ്റ് ആവും അല്ലേ. ഇഗ്നേറ്റ് ആയിട്ട് എന്താവും, പവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് മൂന്നാമത്തെ സ്ട്രോക്ക് പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എന്താണ് എക്സ്പാൻഷൻ സ്ട്രോക്ക്, അതാണ് ഇവിടെ മൂന്നാമത്തെ സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് എന്താകും, ഈ ഇഗ്നേറ്റ് മിക്സ്ചർ എന്താകും, അത് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, എക്സ്പാൻഷനിൽ പിസ്റ്റൺ എന്താകും, പിസ്റ്റൺ ഇവിടുന്ന് മൂവ് ചെയ്ത് ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് വരികയാണ് ചെയ്യുക. അതായത് പവർ സ്ട്രോക്കിൽ ഇവിടെ ഒരു മെക്കാനിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യും പക്ഷേ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫോഴ്സിൽ പിസ്റ്റൺ താഴേക്ക് വരും. അപ്പോൾ ഫോഴ്സിൽ പിസ്റ്റൺ താഴേക്ക് വന്നിട്ട് ആ ഫോഴ്സിൽ തന്നെ എന്ത് ചെയ്യും, ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് പവർ സ്ട്രോക്ക്. ഇനി നാലാമത്തത്, അതായത് എന്താണ് ഫൈനൽ സ്ട്രോക്കാണ് എക്സോസ്റ്റ്. ഓൾറെഡി താഴെ വരും, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കൊണ്ട് പിസ്റ്റൺ സ്വയം താഴേക്ക് വരും. അപ്പോൾ ഈ വന്ന പിസ്റ്റൺ എന്താകും, ബി ഡി സിയിൽ നിന്ന് തിരിച്ച് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താകും. അതുപോലെ തന്നെ പവർ സ്ട്രോക്കിൽ എന്താണ് ഇൻലെറ്റ് വാൽവും അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആണ്. ഇനി നാലാമത് എക്സോസ്റ്റ് സ്ട്രോക്കിൽ പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇവിടെയുള്ള എക്സോസ്റ്റ് വാൽവ് എന്താകും, ഓപ്പൺ ആയിട്ട് ബേൺഡ് ഗ്യാസ് എന്താകും ഇതിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിള് സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എന്നിങ്ങനെ 4 സ്ട്രോക്കുകളിലായിട്ട് ഡിഫൈൻഡ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് 4 സ്ട്രോക്കുകളിലായിട്ടാണ് വർക്കിംഗ് സൈക്കിള് കംപ്ലീറ്റ് ആവുന്നത്. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റൊട്ടേഷനിലൂടെയാണ് വർക്കിംഗ് സൈക്കിള് കംപ്ലീറ്റ് ആവുന്നത്. 4 സ്ട്രോക്ക് പെട്രോളും എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്പാർക്ക് പ്ലഗിന് പകരം ഇവിടെ എന്താണ് ഫ്യൂവൽ ഇഞ്ചക്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് എയർ മാത്രമാണ് ഇൻലെറ്റ് വാൽവിലൂടെ വരുന്നത്. അതുപോലെ അവിടെ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ടാണ് അവിടെ നമ്മളെ കംപ്രസ്ഡ് ചെയ്ത എയർ ഫ്യൂൽ മിക്സ്ചർ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കത്തുമ്പോൾ ഇവിടെ ഓൾറെഡി കംപ്രഷൻ പ്രഷർ, അതായത് കംപ്രഷൻ നന്നായിട്ട് കംപ്രസ്ഡ് ചെയ്ത എയർ, കംപ്രഷൻ കൊണ്ടാണ് നല്ല കംപ്രസ്ഡ് ചെയ്ത എയറും അതുപോലെ തന്നെ അറ്റോമൈസ് ചെയ്ത ഡീസലും തമ്മിൽ നല്ല പ്രഷർ ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്പ്രേ ചെയ്യുമ്പോൾ, അതായത് ഫ്യൂവൽ സ്പ്രേ ചെയ്യുമ്പോഴാണ് ഇത് കത്തുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സ്ട്രോക്കുകളിലായിട്ട് എന്താണ് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിള് നല്ലതായി കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് 4 സ്ട്രോക്കും പെട്രോൾ എഞ്ചിനുമായിട്ട് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4 സ്ട്രോക്ക് ആവുന്ന സമയത്ത് പോർട്ടുകളെല്ലാം വാൽവുകളാണ് എന്നുള്ളതും നിങ്ങൾ ഈ സമയം ഓർക്കുക. പിന്നെ എപ്പോഴും 4 സ്ട്രോക്കിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിൾ പറയുമ്പോൾ ഇതുപോലെ തന്നെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ മാർക്കുകൾ അത് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അതുവഴി നിങ്ങൾക്ക് മാർക്ക് ഫുള്ള് ലഭിക്കണമെങ്കിലും ഇതുപോലെ തന്നെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വളരെ നിർബന്ധമാണ്. അപ്പോൾ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. The 4-stroke diesel engine cycle. A 4-stroke diesel engine has a cycle of 4 strokes. A stroke is the distance from top dead centre to bottom dead centre. The piston travels down for 1 stroke on intake, up for compression, down for power and back up for exhaust. In intake or induction, the inlet valve opens and the piston starts to move down from top dead centre.
Air enters the cylinder through the inlet port. When the piston reaches bottom dead centre, the cylinder is full of air. The inlet valve closes. The piston starts up from bottom dead centre. The exhaust valve is closed, so the cylinder is sealed. The piston's upward motion compresses the air. When the piston reaches top dead centre, the air is compressed to about 1/16 of its original volume. This is higher compression than in a similar petrol engine. Compressing the air also heats it. Both valves stay closed as the piston rises. Just before it reaches top dead centre, an injector sprays fuel into the chamber. It mixes with the very hot compressed air and ignites. Combustion occurs. The temperature rises much higher and the gases expand and force the piston down in a power stroke. The piston reaches bottom dead centre. The exhaust valve opens. With the exhaust valve open and inlet valve closed, the piston moves up, forcing exhaust gases out of the exhaust port. The piston reaches top dead centre, the exhaust valve closes, the inlet valve opens, and the cycle starts again.